ഇതില് പലപ്പോഴും നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ ചില കോളേജുകളിലെല്ലാം അവര് ഡിഗ്രിയുടെ കൂടെ ഒരു പേപ്പറായിട്ട് അവർക്ക് വരുന്ന ഒരു സ്ഥാപനമാണ് ഈ വെയർ ഹൗസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഇന്ന് പലപ്പോഴും ഈ വെയർ ഹൗസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അപ്പോ വെയർ ഹൗസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലോജിസ്റ്റിക്സ്. വെയർ ഹൗസ്, ഇപ്പൊ നമുക്ക് ആദ്യം വെയർ ഹൗസിന്റെ കാര്യം പറയാം. വെയർ ഹൗസ് എന്തിനാണ്? നമ്മൾ സാധനം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി മാത്രമാണ് വെയർ ഹൗസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധനങ്ങളുടെ പ്രൈസും അതിന്റെ ക്വാളിറ്റിയും അനുസരിച്ചിട്ട് വെയർ ഹൗസിന്റെ ആവശ്യകത കൂടി വരും. ഒരു നോർമൽ സാധനം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയർ ഹൗസിൽ വെക്കുന്നു, അതിനെപ്പോഴാണ് റിക്വയർമെന്റ് വരുന്നത് ആ വെയർ ഹൗസിൽ നിന്ന് എടുക്കുന്നു. ബേസിക്കലി വെയർ ഹൗസ് ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. സോ ഇന്ന് ഞാനും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് വെയർ ഹൗസ് കോഴ്സ്, ഒരുപാട് ആൾക്കാർ വെയർ ഹൗസ് കോഴ്സ് കൊടുക്കുന്നുണ്ട്, ഉയർന്ന ജോലി വാഗ്ദാനങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ വെയർ ഹൗസിന് അതിന് മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, നമുക്ക് സാധനം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ലോജിസ്റ്റിക് മേഖലയിൽ വെയർ ഹൗസ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് സ്റ്റോറിങ്ങിനും അതേപോലെ ആ സാധനം ഡെലിവറി കൊടുക്കാണ്. കൂടുതലും കസ്റ്റമറിന് തന്നെ വെയർ ഹൗസുകൾ ഉണ്ടാവും. സോ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിനാണ് ഈ സാധനം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. സോ വെയർ ഹൗസിൽ അത്ര വലിയൊരു ജോലി സാധ്യത എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം അല്ലെങ്കിൽ എൻ്റെ അറിവ് പ്രകാരം അത്ര വലിയൊരു ജോലി സാധ്യത ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വെയർ ഹൗസ് വലിയൊരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മേ ബി ഉണ്ടായിരിക്കാം, എൻ്റെ അറിവിന്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ എൻ്റെ 15 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനത് കണ്ടിട്ടില്ല. രണ്ടാമത് വരുന്ന ഒരു കാര്യമാണ് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് സപ്ലൈ ചെയിൻ? അത് വലിയൊരു ഇതായിട്ട് നമ്മളിതിനെ കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ സപ്ലൈ ചെയിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മാരുതിയുടെ പ്രൊഡക്ഷൻ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പറയാം അത് ഗുജറാത്തിലാണ് അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതിനു വേണ്ടി പല പാർട്സുകളും പല വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ എവിടുന്നാണോ ഇതിന്റെ ഒറിജിൻ, ഇവിടുന്നെല്ലാം ഈ പാർട്സുകൾ കറക്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ഒരു കാർ പ്രോപ്പറായിട്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് പ്രോപ്പറായിട്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഷോറൂമിലേക്ക് എത്തുള്ളൂ, കസ്റ്റമറിന് മേടിക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ചെയിൻ, അതായത് ഇതിന്റെ പാർട്സ് കറക്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു, ഇവരെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തിക്കുന്നു. അവിടെ പ്രൊഡക്ഷനിൽ യാതൊരു മിസ്സിങ്ങോ കാര്യങ്ങളോ നടക്കുന്നില്ല. സോ ഈ ഒരു പ്രോപ്പർ ചെയിൻ സിസ്റ്റം ഉണ്ട്. പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് റെഡിയാക്കി വെക്കുന്നു, അത് അവിടുന്ന് മേടിക്കുന്നു, കറക്റ്റ് ആയിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് എത്തുന്നു, വണ്ടി മാനുഫാക്ചറിങ് ആവുന്നു, ഷോറൂമിലേക്ക് പോകുന്നു, വീണ്ടും ഇതേ സെയിം സംഗതി തന്നെയാണ് വീണ്ടും നടക്കുന്നത്. സോ ഈ ഒരു സപ്ലൈ ചെയിൻ എവിടെയും ബ്രേക്ക് ആവരുത്. ഇതിൽ എവിടെയെങ്കിലും ഒരു സാധനം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് നടക്കില്ല, നമുക്ക് വണ്ടികൾ കിട്ടാൻ ലേറ്റ് ആവും. ഇതാണ് മെയിൻ ആയിട്ട് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സപ്ലൈ ചെയിൻ. ഇത്രയും സിമ്പിൾ ആക്കി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് സപ്ലൈ ചെയിൻ. ഇതിന്റെ മെറ്റീരിയലിന്റെ സ്ഥാനത്ത് അതെ ഇല്ല, ഇത്രയേ ഉള്ളൂ. ഇതിനെ പല രീതിയിൽ എക്സ്പാൻഷൻ ആക്കിയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.